നമുക്കിന്നൊരു ഹൊറർ മൂവി കണ്ടാലോ? ശബ്ദങ്ങൾ കേൾക്കുന്ന വീട് എന്ന് നാട്ടുകാർ വിളിക്കുന്ന ആ ഒരു വീട്ടിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. മിസ്റ്റീരിയസ് ആയ ആ ഇടത്തിലേക്ക് താമസിക്കാനെത്തുന്ന ഒരു കുടുംബം. അവർക്ക് അവിടെ വെച്ച് നേരിടേണ്ടി വരുന്ന കുറേ പ്രശ്നങ്ങളും അതിന്റെ പിന്നിലെ കാരണങ്ങളും പിന്നെ അവസാനം അവർക്കെല്ലാം എന്താണ് സംഭവിക്കുന്നത് എന്നെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയി കാണിച്ചു തന്ന 2020 പുറത്തിറങ്ങിയ സ്പാനിഷ് ഹൊറർ ത്രില്ലറായ ഡോൺ ലിസൺ എന്ന മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്ട്രാ ടിക്കറ്റിലൂടെ കാണാൻ പോകുന്നത്. സ്പാനിഷിൽ വോസസ് എന്ന മറ്റൊരു പേര് കൂടി ഈ ഒരു മൂവിക്കുണ്ട്. ഈ ഒരു ചിത്രം നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്ന് ഞാൻ ഉറപ്പു തരികയാണ്. അപ്പോ കൂടുതലൊന്നും പറയാതെ നമ്മൾ ഈ സിനിമക്കുള്ളിലേക്ക് കടക്കുകയല്ലേ. ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു പൂളാണ്. അതാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത വിധം മോശമായിട്ട് ഒരു സിറ്റുവേഷനിൽ കുറെ മരക്കൊമ്പും അഴുക്കുമെല്ലാം നിറഞ്ഞു കിടക്കുകയാണ്. ഇതൊരു ഹൊറർ മൂവിയാണെന്ന് പറഞ്ഞല്ലോ. ആക്ച്വലി ഈ ഒരു പൂൾ കാണിക്കുന്നത് തന്നെ ഒരു വല്ലാത്ത മ്യൂസിക് ഒക്കെ ഇട്ട് നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലായിരുന്നു. ആ പൂളിൽ ഒരു ചുവന്ന ബോൾ കിടപ്പുണ്ട്. അതെടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്ന ഇയാളാണ് നമ്മുടെ കഥയിലെ നായകൻ ഡാനിയൽ. നമുക്കിവനെ ഡാനി എന്ന് വിളിക്കാം. അങ്ങനെ ഡാനി ആ ഒരു ബോൾ അവിടെ നിന്ന് എടുത്തിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. ആ വീടാണെങ്കിൽ കുറച്ച് സ്കേരി ഫീലൊക്കെ തരുന്ന ഒന്നാണ്. വാട്ടെവർ, നമ്മൾ അതിനുശേഷം കാണുന്നത് വീടിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ഈ ബെഡിലിരിക്കുന്ന പയ്യനാണ് ഡാനിയുടെ മകൻ എറിക്. അവന്റെ അടുത്തിരിക്കുന്ന ഈ ലേഡി കുട്ടികളുടെ സൈക്കോളജിസ്റ്റായ ഡോക്ടർ കരോൾ. ഇവരിവിടെ എറിക്കിനെ കൺസൾട്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അവന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ തോന്നിയിട്ട് എറിക്കിന്റെ പാരന്റ്സ് വിളിച്ചിട്ടാണ് ഡോക്ടർ കരോൾ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അവരവനോട് കാര്യങ്ങൾ തുറന്നു പറയാൻ ആവശ്യപ്പെടുമ്പോൾ എറിക്കാണെങ്കിൽ ഒന്നും തന്നെ മിണ്ടുന്നില്ല. അത് മനസ്സിലാക്കുന്ന ഡോക്ടർ ഇങ്ങനെ പറയുന്നു, എന്നെ നിനക്ക് വിശ്വസിക്കാൻ മോനെ, നിന്നെപ്പോലുള്ള ഒത്തിരി കുട്ടികളെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. അത് കേട്ടപ്പോൾ എറിക്കിനും ആകാംക്ഷയായി. അപ്പോ എന്നെ പോലെ വേറെയും കുട്ടികളുണ്ടോ? ഹാ, തീർച്ചയായും. ഞാനൊന്ന് നോക്കട്ടെ. പഴയ സ്കൂളും വീടും എല്ലാം വിട്ടു പോന്നതല്ലേ നിന്റെ സങ്കടം? ഈ ദേഷ്യമൊക്കെ എല്ലാവർക്കും തോന്നുന്നതാണ്. എനിക്കും ഇഷ്ടമല്ല ഇങ്ങനെ പോകുന്നത്. പക്ഷേ ഇത് നല്ല ഭംഗിയുള്ള വീടല്ലേ, നിനക്ക് വേഗം പുതിയ ചങ്ങാതിമാരൊക്കെ കിട്ടും, പിന്നെ എല്ലാം പഴയ പോലെയാകും. സോ എന്നോടിത് പറയൂ മോനെ, എന്താ നിനക്കിങ്ങനെ ഉറങ്ങാൻ പറ്റാത്തത്? ഡോക്ടർ കരോൾ ഇങ്ങനെയെല്ലാം സംസാരിച്ച് എറിക്കിനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എറിക്കും സത്യം പറയുന്നുണ്ട്. അവരെന്നെ എപ്പോഴും ഉണർത്തും. ആരാ മോനെ നിന്നെ ഉണർത്തുന്നത്? ശബ്ദങ്ങളോ? നിന്റെ പാരന്റ്സിന്റെ ശബ്ദമാണോ? അല്ല. എന്താ ശബ്ദങ്ങൾ പറയാറ്? ചിലപ്പോൾ അവരെന്നോട് എന്തെങ്കിലും വരക്കാൻ പറയും. എറിക്, ഇപ്പോൾ നീ എന്തെങ്കിലും കേട്ടോ? യെസ്. അവരെന്താ മോനെ പറയുന്നത്? അതെനിക്ക് പറയാൻ പറ്റില്ല. ഇതും പറഞ്ഞ് എറിക്ക് അവന് ടോയ് നോക്കിയിരിക്കുന്നു. ഡോക്ടർ ആണെങ്കിൽ എറിക്കിനോട് സംസാരിച്ച ശേഷം അവന്റെ പാരന്റ്സിനോട് പറയുന്നത് എറിക്കിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എന്നാണ്. അവൻ പറയുന്നതെല്ലാം ജസ്റ്റ് ചിന്തിച്ചു കൂട്ടുന്നതിന്റെ പ്രശ്നമാണെന്നും ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അവന് കളിക്കാനും കൂട്ടുകൂടാനും വേറെ കുട്ടികളൊന്നും ഇല്ലാത്തതും ഒരു കാരണമാകാം എന്നുകൂടി ഡോക്ടർ പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ പുറകിലായിട്ട് വീട് റെനോവേറ്റ് ചെയ്യാൻ പണിക്കാര് നിൽക്കുന്നതും കാണാം. ആക്ച്വലി ഡാനിയും കുടുംബവും ഈ വീട് വാങ്ങി ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടേയുള്ളൂ. വീട് നന്നായിട്ട് റെനോവേറ്റ് ചെയ്ത് നല്ല തുകയ്ക്ക് മറിച്ച് വിൽക്കാനാണ് അവരുടെ പ്ലാൻ. ഇക്കാര്യങ്ങളെല്ലാം ഡാനി ഡോക്ടറോട് പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇത്തരം സ്ഥലം മാറ്റങ്ങൾ കൊണ്ടുള്ള ഉത്കണ്ഠയൊക്കെ കാരണമായിരിക്കാം എറിക്കിന് ഉറക്കം കിട്ടാത്തത് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ട്. ഇതേസമയം വീടിനകത്ത് ഒരു ഹോളിലൂടെ ഈച്ച വരുന്നതും അത് പുറത്തേക്ക് ജനലിലൂടെ പോകുന്നതും നമുക്ക് കാണാം. എറിക്കാണെങ്കിൽ ആ ഒരു സമയത്ത് അവന്റെ മുറിയിലെ ജനലിലൂടെ ഡോക്ടർ പോകുന്നതും നോക്കി നിൽപ്പുണ്ട്. പെട്ടെന്ന് എറിക്കിന്റെ വാക്കി ടോക്കിയിലൂടെ എന്തൊക്കെയോ ശബ്ദങ്ങൾ വരുമ്പോൾ അവനത് എടുത്ത് ശ്രദ്ധിക്കുന്നു. പിന്നെ കാണുന്നത് ഡോക്ടർ കരോൾ തിരിച്ച് യാത്ര ചെയ്യുന്നതാണ്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ FM-ൽ ന്യൂസ് പതിയെ ബ്രേക്ക് ആകുന്നുണ്ട്. എന്തൊക്കെയോ നോയ്സും വരുന്നുണ്ട്. ഇതേസമയം എറിക്ക് അവനോട് ശബ്ദങ്ങൾ പറയുന്നത് കേട്ടിട്ട് എന്തോ ഒരു ചിത്രവും വരയ്ക്കുന്നുണ്ട്. നേരത്തെ എറിക്കിനെ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയ ഒരു ഈച്ചയെ കണ്ടല്ലോ, അതുപോലെ ഈച്ച. മേ ബി ആ ഒരു സെയിം ഈച്ച തന്നെ ആയിരിക്കാം. അത് ഡോക്ടറിന്റെ കാറിലേക്ക് വന്നിട്ട് അവരെ ഇറിറ്റേറ്റ് ചെയ്യുകയാണ്. എനിവേ, ഈച്ചയുടെ മുകളിൽ കേട്ടാൽ തന്നെ ഇറിറ്റേഷൻ ആകുമല്ലോ. കിരികിര ശബ്ദമുണ്ടാക്കി ആ ഒരു ഈച്ച ഡോക്ടറുടെ ചെവിയിലേക്ക് കയറുകയാണ്. ഡോക്ടർ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ചെവിയിൽ കൈയൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നത് പോലെ തോന്നുകയും കണ്ണൊക്കെ ചുവന്നിട്ട് വല്ലാത്തൊരു അവസ്ഥയിലാവുകയും ചെയ്യുന്നുണ്ട്. ആരോ നിയന്ത്രിക്കുന്നത് പോലെ ആക്സിലേറ്റർ ചവിട്ടി വിട്ട് ഡോക്ടർ മുന്നോട്ട് സ്പീഡിൽ പോകുമ്പോൾ പെട്ടെന്നൊരു മരത്തിൽ ചെന്ന് ഇടിക്കുകയാണ്. ആ ഒരു മൊമെന്റിൽ തന്നെ എറിക്കും അവൻ വരച്ചുകൊണ്ടിരുന്ന ആ ഒരു ചിത്രം പൂർത്തിയാക്കുന്നുണ്ട്. അവനത് ചുമരിൽ ഒട്ടിച്ചു വെക്കുമ്പോൾ അതിൽ വരച്ചിരുന്നത് ഒരു മരച്ചിലയായിരുന്നു. അതിലാണെങ്കിൽ ഒത്തിരി ചോരയും ഉണ്ടായിരുന്നു. എക്സാക്ട്ലി ഇത് തന്നെയായിരുന്നു ഡോക്ടർ കരോളിനും സംഭവിച്ചത്. അവരുടെ കാറിന്റെ ചില്ലിലൂടെ കയറിയ മരച്ചില കരോളിന്റെ കവളിലൂടെ തറച്ചിട്ട് സീറ്റിന് പുറകിലോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ കരോളിന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ചെവിയിൽ നേരത്തെ കയറിയ ആ ഒരു ഈച്ചയിലെ അതും ഇറങ്ങി പോകുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു സീനിന് ശേഷമാണ് സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് വോയിസ് അഥവാ ഡോൺ ലിസൺ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു തുടക്കം തന്നെയാണ് ഈ ഒരു മൂവി കാണാനായിട്ടുള്ള ഏറ്റവും വലിയ പ്രചോദനമായിട്ട് മാറിയത്. നിങ്ങൾക്കും കുറച്ചൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു.
പറയുന്നുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് കാണാം. ശേഷം നമ്മൾ ഡാനിയലിനെ കാണുമ്പോൾ അവൻ ആ വീട്ടിൽ ഒരു സൈഡിലായിട്ട് കുറെ ഈച്ചകൾ കൂട് കൂട്ടിയതുപോലെ നിറഞ്ഞു നിൽക്കുന്നത് കാണുന്നുണ്ട്. അവനതിനെ ഓടിക്കാനായിട്ട് എന്തോ ഒരു കെമിക്കൽ സ്പ്രേ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് വാക്കി ടോക്കിയിൽ എറിക്കിന്റെ ശബ്ദം കേൾക്കുന്നത്. ഇവരിങ്ങനെ വാക്കി ടോക്കിയിൽ സംസാരിക്കുന്നത് ഒരു പതിവാണ്. ഇപ്പോൾ എറിക്ക് വിളിച്ചത് അവന്റെ ബോൾ വീണ്ടും പൂളിൽ പോയി എന്ന് പറയാനാണ്. അപ്പോ അത് എടുത്തു കൊടുക്കാനായിട്ട് ഡാനി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ആ ബോൾ എടുത്ത് എറിക്കിന് കൊടുത്തിട്ട് ഡാനി പറയുന്നത് നീ എന്നെ വിളിച്ചത് നന്നായി എന്നാണ്. കാരണം എറിക്ക് ഒറ്റയ്ക്ക് പൂളിലേക്ക് പോകുന്നത് ഡാനിക്ക് ഇഷ്ടമല്ല. പുതിയ സ്ഥലമൊക്കെയല്ലേ, എന്തെങ്കിലും അപകടം പറ്റിയാലോ എന്നൊക്കെയുള്ള പേടി കാണും. ഡാനി ഇതൊക്കെ പറയുമ്പോൾ എറിക്കിന്റെ ശ്രദ്ധ പോകുന്നത് ഡാനി നേരത്തെ ഈച്ചയെ കൊല്ലാൻ ഉപയോഗിച്ച ആ കെമിക്കൽ ബോട്ടിലേക്കായിരുന്നു. അതെന്തിനാ കയ്യിൽ വെച്ചിരിക്കുന്നത് എന്ന് എറിക്കിന് സംശയം. അത് അണുബാധ വരാതിരിക്കാൻ ഉപയോഗിക്കുന്നതാണെന്നും വീട്ടിൽ ഒരുപാട് സ്ഥലത്ത് ഈച്ചകളുണ്ടെന്നും ഡാനി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആക്ച്വലി എറിക്കിന്റെ മുറിയിലും ഈച്ചകളുണ്ട്. എന്നാൽ ഇതൊന്നും പോയി അമ്മയോട് പറയരുതെന്ന് ഡാനി പ്രത്യേകം അവനോട് എടുത്ത് പറയുന്നുണ്ട്. കാരണം ഇങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ കിട്ടിയാൽ പഴയ വീടാണ് വാങ്ങിയതെന്ന് പറഞ്ഞ് ഡാനിയുടെ ഭാര്യ അവനോട് വഴക്കിടാൻ വരും. ബൈ ദ വേ എറിക്കിന്റെ അമ്മയെ പരിചയപ്പെടുത്താൻ മറന്നു. ദാ അവിടെ നിന്ന് ബാൽക്കണിയിൽ നിന്ന് ഇവരെ രണ്ടുപേരെയും വീട്ടിലേക്ക് വിളിക്കുന്ന ഈ ലേഡിയാണ് ഡാനിയുടെ ഭാര്യ, അതായത് എറിക്കിന്റെ അമ്മ. അമ്മയുടെ പേര് സാറ എന്നാണ്. സാറ എറിക്കിനെ കുളിക്കാനായാണ് നേരത്തെ വിളിച്ചത്. എന്നാൽ ഇവിടെ അച്ഛനും മോനും പയ്യെ ഫുട്ബോളൊക്കെ കളിച്ചാണ് വീട്ടിലേക്ക് പോകുന്നത്. കാണുമ്പോൾ നല്ലൊരു ഹാപ്പി ഫാമിലി അല്ലേ. ശേഷം എറിക്ക് അവിടെ ബാത്ത് ടബിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ ഷവറിൽ നിന്നും അയാൾക്ക് നിന്നോട് വെറുപ്പാണ് എന്ന് ഒരുമാതിരി ശബ്ദത്തിൽ വീണ്ടും വീണ്ടും ആരോ പറയുന്നത് പോലെ കേൾക്കുന്നു. എറിക്ക് അത് ശ്രദ്ധിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആ ഡോർ തുറന്ന് സാറ അകത്തേക്ക് വരുന്നുണ്ട്. എറിക്ക് ഇതുവരെ കുളിച്ചു കഴിയാത്തത് കൊണ്ട് തന്നെ സാറ അവനെ കുളിപ്പിക്കുന്നു. അപ്പോൾ എറിക്കിന്റെ കൈ ചെറുതായിട്ട് മുറിഞ്ഞ ഒരു പാട് കാണുന്ന സാറ പറയുന്നത് നീ ആ പൂച്ചയുടെ കൂടെ ഒന്നും കളിക്കാൻ പോകരുത് എന്നാണ്. കാരണം ആ ഒരു മുറിവ് എന്തോ പൂച്ച മാന്തിയ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അമ്മ അവനോട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോൾ ചെറിയ മടിയോടുകൂടി എറിക്ക് ഒരു കാര്യം അവളോട് ചോദിക്കുന്നുണ്ട്. പപ്പയ്ക്ക് എന്നെ ശരിക്കും ഇഷ്ടമാണോ? ആരാ നിന്നോട് ഈ വേണ്ടാത്തതൊക്കെ പറഞ്ഞത്? എറിക്ക് ഒന്നും തന്നെ മിണ്ടുന്നില്ല. സാറ വീണ്ടും ചോദിക്കുമ്പോൾ അവൻ കാര്യം പറയുന്നു. പപ്പ തന്നെയാണ് വാക്കി ടോക്കിയിലൂടെ ഇക്കാര്യം പറഞ്ഞത്. പക്ഷേ അത് കേൾക്കുന്ന സാറ പറയുന്നത് കള്ളം പറയലേ എന്നാണ്. ശരിക്കും പപ്പയ്ക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് മോനെ എന്ന് പറഞ്ഞിട്ട് സാറ അവനെ ഉമ്മ വെക്കുകയാണ്. എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വിളിച്ച് ബാത്ത് ടബിൽ ഉണ്ടായിരുന്ന അവന്റെ ഷിപ്പിന് ടോയ് എടുത്തിട്ട് ആ ഒരു വാഷ് ബേസിനിൽ മുകളിൽ വെക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ ഡാനി ബെഡിലിരുന്ന് ടിവിയിൽ ഒരു ഇന്റർവ്യൂ കാണുന്നതാണ്. അത് സൗണ്ട്സ് ഫ്രം ദ ഗ്രേറ്റ് ബിയോണ്ട് എന്ന പുതിയൊരു ബുക്ക് എഴുതിയ ജർമ്മൻ ഡൊമിംഗോ എന്ന ആളിന്റെ ഇന്റർവ്യൂ ആയിരുന്നു. ഈ പുള്ളിയെ ഒന്ന് ഓർത്ത് വെച്ചോളൂ, കുറച്ച് കഴിഞ്ഞ് നമുക്ക് ആവശ്യം വരും. ആക്ച്വലി ഈ ഒരു ബുക്കിൽ ഇലക്ട്രോണിക് വോയിസ് ഫിനോമിന അഥവാ EVP എന്ന സംഭവത്തിനെ കുറിച്ചൊക്കെ ആധികാരികമായി എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ എറിക്കിന് ഇങ്ങനെ ഓരോ ശബ്ദങ്ങൾ കേൾക്കുന്നു എന്ന് പറയുന്നത് കൊണ്ടാവാം അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്ന ഈ ഒരു ഷോ ഡാനി കാണുന്നത്. അന്നേരം സാറ വന്ന് ഡാനിയുടെ അടുത്തിരുന്നിട്ട് ചോദിക്കുന്നത് ഡാനി എറിക്കിന് വഴക്ക് പറയുകയോ മറ്റോ ചെയ്തോ എന്നാണ്. നേരത്തെ ഡാനിക്ക് എറിക്കിന് ഇഷ്ടമല്ല എന്ന് അവൻ അമ്മയോട് പറഞ്ഞിരുന്നല്ലോ. സോ അതുകൊണ്ടാണ് സാറ ഇങ്ങനെ ഡാനിയോട് ചോദിക്കുന്നത്. ചില കുട്ടികൾ പാരന്റ്സ് വഴക്ക് പറയുമ്പോൾ തന്നെ ഇങ്ങനെ എക്സ്ട്രീം ആയിട്ട് പറഞ്ഞ പോലെ വരുത്തി തീർക്കാറുണ്ടല്ലോ. എന്നാലും ശരിക്കും അവൻ ആരുടെയോ സംസാരം കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല. അതിപ്പോ നമ്മളായാലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. സോ എറിക്കിന് യാതൊരു പ്രശ്നമില്ല എന്നും ഡോക്ടർ കരോൾ പറഞ്ഞതുപോലെ സ്കൂളിൽ പോയി പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ഡാനി സാറയെ ആശ്വസിപ്പിക്കുന്നു. എന്നാലും എറിക്ക് പറയുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ കേട്ടിട്ട് സാറയ്ക്ക് പേടിയാകുന്നുണ്ട്. ചിലപ്പോൾ ഡാനി എറിക്കിന്റെ കൂടെ ടൈമൊന്നും സ്പെൻഡ് ചെയ്യാത്തത് കൊണ്ടാവാം അവൻ ആ ഒരു ദേഷ്യമെന്ന് തോന്നുന്ന ഡാനി ഇനി എറിക്കിന്റെ ഒപ്പം സമയം ചെലവഴിക്കാമെന്ന് പറയുകയാണ്. അത് കേട്ട് സാറയ്ക്കും ആശ്വാസമാകുന്നു. അങ്ങനെ അവർ നന്നായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പുറത്ത് പൂളിന്റെ ഗേറ്റ് ആടുന്ന ശബ്ദം കേട്ട് ഡാനി ഞെട്ടി എഴുന്നേൽക്കുകയാണ്. അപ്പോൾ എറിക്കിന്റെ വാക്കി ടോക്കിയിൽ നിന്ന് ശബ്ദം കേട്ട് അവനും ഉണരുന്നുണ്ട്. ഡാനി പുറത്തേക്ക് പോയി ഗേറ്റ് അടച്ച് നല്ല ദേഷ്യത്തിലാണ് വരുന്നത്. പാതിരാത്രിക്ക് നല്ല മെനക്കെട്ട പരിപാടിയാണല്ലോ കിട്ടിയത്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ ഡാനിയുടെ വാക്കി ടോക്കിയിലും ശബ്ദം കേൾക്കുന്നുണ്ട്. അത് കേട്ട് ഡാനി എടുത്തു നോക്കുമ്പോൾ കേൾക്കുന്നത് എറിക്കിന്റെ ശബ്ദമായിരുന്നു. ഇപ്പൊ വേണ്ട, ഞാനൊന്ന് ഉറങ്ങട്ടെ, എനിക്ക് തീരെ വയ്യ എന്നെല്ലാം ആരോടോ അവൻ പറയുന്നുണ്ട്. ഡാനി ഇത് കേൾക്കുമ്പോൾ അവന്റെ പുറകിലായിട്ട് ഒരു രൂപം നിൽക്കുന്നത് നമുക്ക് കാണാം. ഇതേ സമയം എറിക്കിന്റെ മുറിയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. പെട്ടെന്ന് ടോയ് തനിയെ ഓണാകുമ്പോൾ അവനത് എടുത്ത് ഓഫാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവനെ ആരോ നിരീക്ഷിക്കുന്നത് പോലെ കാണാം. പെട്ടെന്ന് എറിക്കിന്റെ മുൻപിലായിട്ട് ഒരാളുടെ കാലും ഒരു രൂപവും കണ്ട് അവൻ പേടിക്കുമ്പോൾ ആരോ അവനോട് സംസാരിക്കുന്ന ശബ്ദവും കേട്ട് എറിക്ക് അവന്റെ ബെഡിൽ കയറിയിരിക്കുന്നു. പുതപ്പിനടിയിൽ കയറി ചെവി പൊത്തി പേടിച്ചിരിക്കുന്ന എറിക്കിന് കുറച്ചു കഴിഞ്ഞെല്ലാം നോർമലായ പോലെ തോന്നുന്നുണ്ട്. പെട്ടെന്ന് ആരോ ഡോർ തുറക്കുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട്. ആരോ വന്ന് എറിക്കിന്റെ വായും പൊത്തുന്നുണ്ട്. എറിക്കാണെങ്കിൽ പേടിച്ച് നിലവിളിക്കുന്നുണ്ടെങ്കിലും അവിടെ വന്നത് നമ്മുടെ ഡാനിയായിരുന്നു. പക്ഷേ
പേടിച്ചൊന്നും മനസ്സിലാകാതിരിക്കുന്ന എറിക്ക് ഡാനിയെ തട്ടി മാറ്റി ഓടാൻ നോക്കുന്നു. എന്നാലും ഡാനി അവനെ ചേർത്ത് പിടിച്ചിട്ട് സമാധാനിപ്പിക്കാൻ നോക്കുമ്പോൾ ശബ്ദം കേട്ട് സാറയും അവിടേക്ക് വരുന്നുണ്ട്. സാറ വന്നിട്ട് മകനെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്നു. അപ്പോഴാണ് ഡാനിയുടെ കയ്യിലെ മുറിവ് അവൾ ശ്രദ്ധിക്കുന്നത്. നേരത്തെ എറിക്ക് അവനെ തള്ളിയിട്ടപ്പോൾ അവരുടെ ഫാമിലി ഫോട്ടോയിലെ ചില്ല് പൊട്ടി ഡാനിയുടെ കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ശേഷം കാണുന്നത് അടുത്തൊരു ദിവസമാണ്. വീട്ടിൽ ഡാനി ഓരോ പണിയൊക്കെ എടുക്കുമ്പോൾ നേരത്തെ ഉണ്ടായ ഒരു മുറിവ് കാരണം അവന് മര്യാദക്ക് പണിയൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവിടെ ഈച്ചയുടെ ശബ്ദം കേൾക്കുമ്പോൾ അങ്ങോട്ടേക്ക് നോക്കുന്ന ഡാനി കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഇപ്പോഴും അവിടെ കുറെ ഈച്ചകളെ കാണുന്നുണ്ട്. ശരിക്കും നശിച്ചൊരു വീടാണിത്. പെട്ടെന്ന് കാറിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഡാനി പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നു. വന്നത് നമ്മുടെ സാറയും എറിക്കുമാണ്. ആക്ച്വലി സാറ എറിക്കിനെ സ്കൂളിൽ പറഞ്ഞയച്ചിരുന്നു. പക്ഷേ പതിവിലും വേഗത്തിൽ അവർ തിരിച്ചെത്തി. സാറ പറയുന്നത് എറിക്കിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി എന്നാണ്. ഞാനൊന്നും ചെയ്തില്ല എന്ന് എറിക്കും പറയുന്നു. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ അവനൊരു മുറിക്കകത്ത് കയറി ഒളിച്ചു. എന്നിട്ട് പ്രിൻസിപ്പാൾ വന്ന് അവനെ പിടിക്കാൻ നോക്കിയപ്പോൾ എറിക്ക് അയാളെ കടിച്ചു. പാവം എറിക്ക് ഇത്രയോ ചെയ്തോളൂ. ഇതെല്ലാം സത്യമാണോ എന്ന് ഡാനി എറിക്കിനോട് ചോദിക്കുമ്പോൾ അവനൊന്നും തന്നെ മിണ്ടുന്നില്ല. പക്ഷേ നാളെ മുതൽ എന്നും ഡോക്ടർ കരോൾ വന്ന് എറിക്കിനോട് സംസാരിക്കുമെന്ന് സാറ പേടിപ്പിക്കുമ്പോൾ എറിക്ക് പറയുന്നത് ഡോക്ടർ മരിച്ചു എന്നാണ്. അവനോട് ശബ്ദങ്ങളാണ് ഇക്കാര്യം പറഞ്ഞതെന്ന് കേൾക്കുമ്പോൾ ഡാനി അവനോട് മുറിയിലേക്ക് പോകാൻ പറയുന്നു. പക്ഷേ സാറയ്ക്ക് ഇതെല്ലാം ശരിക്കും മടുത്തു. കാരണം എറിക്ക് കൂടുതൽ മോശം അവസ്ഥയിലേക്ക് പോവുകയാണല്ലോ. എന്തായാലും ഇതിനുശേഷം എറിക്ക് പറഞ്ഞ ആ ഒരു കാര്യം ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഡാനി ഡോക്ടർ കരോളിനെ കോണ്ടാക്ട് ചെയ്യുകയാണ്. ആ ഒരു കോൾ എടുക്കുന്ന ആൾ ഡോക്ടർ കരോളിന് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അവർ രണ്ടുപേരും ഞെട്ടുകയാണ്. പക്ഷേ സാറയുടെ പേടി ഇതെങ്ങനെ എറിക് അറിഞ്ഞു എന്നായിരുന്നു. ചിലപ്പോൾ സ്കൂളിലുള്ള ആരെങ്കിലും അവനോട് പറഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഡാനി അവളെ ആശ്വസിപ്പിക്കുന്നു. എന്നാലും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നോർത്ത് സാറ നന്നായിട്ട് പേടിക്കുന്നുണ്ട്. അതിനുശേഷം എറിക്കിനോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ ഡാനി അവന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. സാൻഡ്വിച്ചൊക്കെ കൊടുത്ത് ഡാനി അവനോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നു. ഇന്നലെ രാത്രിയിൽ നീ ആരോടോ വാക്കിയിൽ സംസാരിച്ചിരുന്നില്ലേ? ആരോടാ സംസാരിച്ചത്? നിങ്ങളോട്. ഞാൻ നിന്നോട് സംസാരിച്ചിട്ടില്ല മോനെ. അത് പപ്പയുടെ ശബ്ദമായിരുന്നു. അത് കേൾക്കുമ്പോൾ ഡാനിക്ക് ഒത്തിരി വിഷമം തോന്നുന്നുണ്ട്. എനിക്ക് ഭ്രാന്താണോ പപ്പ? നിനക്കൊരു പ്രശ്നവുമില്ല മോനെ. ഈ മാറ്റവും ഇവിടത്തെ ചുറ്റുപാടുമൊക്കെ നിന്നെ ബാധിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഈ വീട് എനിക്ക് ഇഷ്ടമല്ല. ഒരു പൂളുള്ള വീടല്ലേ മോന് വേണ്ടിയിരുന്നത്. എനിക്കിവിടെ നിൽക്കണ്ട. നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോയാലോ? നിന്റെ മമ്മയും ഞാനും ഇതൊക്കെ ശരിയാക്കുന്നത് വരെ നമുക്കിത് വിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് കുറച്ചുനാൾ ഇവിടെ നിൽക്കാം. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഒപ്പം പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഡാനി മകനെ ആശ്വസിപ്പിക്കുന്നു. പിന്നീട് രാത്രിയാകുമ്പോൾ നമ്മൾ കാണുന്നത് എറിക്ക് വാക്കിയിലൂടെ കേൾക്കുന്ന ശബ്ദം പറയുന്നതനുസരിച്ച് എന്തൊക്കെയോ കുത്തി വരയ്ക്കുന്നതാണ്. ശരിക്കും വല്ലാത്തൊരു ഭാവത്തിലാണ് അവനിതെല്ലാം ചെയ്യുന്നത്. ശേഷം ആ ഒരു ചിത്രം ചുമരിൽ ഒട്ടിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു സ്ത്രീ രൂപം കാണാൻ സാധിക്കുന്നുണ്ട്. വീണ്ടും ഒരു ഈച്ച അതിലൂടെ മൂളി പോകുന്നുണ്ട്. സാറയാണെങ്കിൽ പൂളിലെ ഗേറ്റിന്റെ ശബ്ദം കേട്ടിട്ട് ഡാനിയെ വിളിക്കുന്നു. അവനും അത് അടക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴും അവിടെ ആരോ നിൽക്കുന്നത് നമുക്ക് കാണാം. സോ ഇതൊന്നും എറിക്കിന്റെ തോന്നൽ മാത്രമല്ല. ഈ വീട്ടിൽ ആരൊക്കെയോ എന്തൊക്കെയോ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ സോ കോൾഡ് ഗോസ്റ്റ് ഉണ്ടെന്ന് തന്നെ പറയാം. ഇപ്പോൾ താഴേക്ക് ഇറങ്ങുന്ന ഡാനി ഫ്രണ്ടിലെ ഡോർ തുറന്നു കിടക്കുന്നത് കണ്ട് പേടിച്ചിട്ട് അവന്റെ പക്കലുണ്ടായിരുന്ന വലിയൊരു ഗണ്ണും എടുത്ത് പുറത്തേക്ക് പോകുന്നു. ഡാനിയുടെ ശബ്ദം കേട്ട് സാറയും എണീക്കുന്നുണ്ട്. സാറ ആണെങ്കിൽ എറിക്കിന്റെ മുറിയിൽ വന്ന് നോക്കുമ്പോൾ അവൻ അവിടെയില്ല. അവൻ ചുമ്മാ ഒളിച്ചിരിക്കുന്നതാണെന്ന് കരുതി നോക്കുമ്പോൾ ശരിക്കും അവൻ അവിടെ ഇല്ലായിരുന്നു. ഇതേ സമയം പുറത്തിറങ്ങി നോക്കുന്ന ഡാനി നമ്മുടെ എറിക്ക് അവനിട്ടിരുന്ന ആ ഒരു ഡ്രസ്സ് താഴെ വീണ് കിടക്കുന്നത് കണ്ട് അവനെ വിളിച്ച് പൂളിന്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നു. ഡാനിയുടെ ശബ്ദം കേട്ട് സാറയും പേടിച്ചിട്ട് ജനലിലൂടെ നോക്കുന്നുണ്ട്. ഡാനി നേരെ പൂളിലെത്തി നോക്കുമ്പോൾ എറിക്ക് ആ പൂളിൽ വീണ് കിടപ്പുണ്ടായിരുന്നു. ഡാനി പേടിച്ച് ഓടി കുഞ്ഞിനെ എടുത്ത് വരുമ്പോൾ സാറയും കരഞ്ഞുകൊണ്ട് ഓടി വരുന്നുണ്ട്. അവർ രണ്ടുപേരും എറിക്കിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അവർക്ക് അവരുടെ എറിക്കിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അടുത്ത ദിവസം അവന്റെ കുഞ്ഞു ശരീരം പള്ളിയിൽ അടക്കം ചെയ്തു. വീട്ടിലേക്ക് തിരിച്ചു വന്ന സാറയ്ക്കും ഡാനിക്കും ഒരു മരവിപ്പ് പോലെയായിരുന്നു. അവർ പരസ്പരം ഒന്നും സംസാരിക്കാതെ സ്വയം വിഷമവും ദേഷ്യവും ഒക്കെ കരഞ്ഞു തീർത്തു. സാറയ്ക്കിനി ഈ വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല. അവൾ പോകാനുള്ള സ്യൂട്ട് കേസ് എല്ലാം റെഡിയാക്കുമ്പോൾ ഡാനിയുടെ പില്ലോയിൽ ബ്ലഡിന്റെ ഒരു പാട് അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഡാനി അങ്ങോട്ടേക്ക് വരുന്നു. അവൻ സാറയുടെ കൂടെ പോകാൻ തയ്യാറല്ലത്രേ. കുറച്ചു ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതാവും നല്ലതെന്ന് സാറ പറയുന്നുണ്ടെങ്കിലും ഡാനിക്ക് ഇവിടെ നിൽക്കണം എന്ന് തന്നെയാണ്. കാരണം അവരുടെ മൊത്തം സമ്പാദ്യവും ഈ വീടിന് വേണ്ടി ഇറക്കി കഴിഞ്ഞു. ഇനി ഇത് ഉപേക്ഷിച്ചാൽ അവർക്ക് മറ്റൊന്നും തന്നെ കയ്യിലില്ല. അത് കേൾക്കുമ്പോൾ സാറയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം സ്വന്തം മകന്റെ അത്രയ്ക്കും വരില്ലല്ലോ
ഒരു സമ്പാദ്യവും. എന്തായാലും അവളിനി അവിടെ നിൽക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞ് പാരന്റ്സിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നീട് രാത്രിയാകുമ്പോൾ ഡാനി ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണുകയാണ്. അത് ഇവരാദ്യമായിട്ട് ഈ വീട്ടിൽ വന്നപ്പോൾ എടുത്തതായിരുന്നു. അന്ന് നമ്മുടെ എറിക്കും സാറയും ഒത്തിരി ഹാപ്പി ആയിരുന്നു. അവർക്ക് ഈ വീടും സ്ഥലവും എല്ലാം ഒരുപാട് ഇഷ്ടമായി. ആ പൂളും വൃത്തിയാക്കി അതിൽ നീന്താമെന്ന് എറിക്ക് പറഞ്ഞിരുന്നു. ഇപ്പോൾ അതെല്ലാം കണ്ട് വിഷമം വരുന്ന ഡാനി സാറയ്ക്ക് വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട്. രാവിലെ അവൻ കുറച്ച് റൂഡായാണല്ലോ സാറയോട് സംസാരിച്ചത്. അതിനെല്ലാം സോറി പറഞ്ഞ് മെസ്സേജ് അയച്ചതിന് ശേഷം ഡാനി കണ്ടുകൊണ്ടിരുന്ന ആ ഒരു വീഡിയോ അത് ഓഫാക്കുന്നു. ഡാനി അങ്ങനെ മകനെ ഓർത്ത് അവിടെ വിഷമിച്ചിരിക്കുമ്പോൾ വാക്കി ടോക്കിയിൽ എന്തോ ഒരു ശബ്ദം വരുന്നത് പോലെ കേൾക്കാം. അവനത് ശ്രദ്ധിച്ച് അങ്ങോട്ടേക്ക് നടക്കുമ്പോൾ നേരത്തെ ഓഫ് ചെയ്ത വീഡിയോ താനേ ഓണാക്കുന്നു. അത് കേട്ട് പെട്ടെന്ന് അവൻ പേടിക്കുന്നുണ്ടെങ്കിലും അത് ഓഫ് ചെയ്ത് നിൽക്കുമ്പോൾ വീണ്ടും വാക്കി ടോക്കിയിൽ ശബ്ദം കേൾക്കാം. സോ ഡാനി അതെടുത്ത് സംസാരിക്കുമ്പോൾ ശബ്ദമൊന്നുമില്ല. പക്ഷേ അവനത് അവിടെ വെച്ച് പോകുമ്പോൾ അതിൽ നിന്ന് വീണ്ടും ശബ്ദം വരുന്നുണ്ടായിരുന്നു. പിന്നീട് രാവിലെ ആകുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് ഡാനി എഴുന്നേൽക്കുന്നത്. കോൾ ചെയ്തത് സാറയായിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഡാനി സാറക്കയച്ച വോയിസ് മെസ്സേജിൽ എന്തോ നിലവിളി പോലുള്ള ശബ്ദങ്ങൾ കേട്ട് അവൾ ആകെ പേടിച്ചു പോയിരുന്നു. സോ ഡാനി ഓക്കെ അല്ലേ എന്നൊക്കെ തിരക്കാനാണ് അവൾ വിളിച്ചത്. അവനും താൻ ഓക്കെയാണ്, ഇവിടെ റേഞ്ചിന്റെ എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. ശേഷം ഡാനി നേരത്തെ പറഞ്ഞ ആ ഒരു മെസ്സേജ് പ്ലേ ചെയ്ത് കേൾക്കുകയാണ്. അതിൽ എന്തൊക്കെയോ നോയ്സ് വന്ന് അവൻ പറയുന്നത് കേൾക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഉള്ളത്. ഡാനി അത് ലാപ്പിൽ കണക്ട് ചെയ്തിട്ട് വോയിസ് ക്ലിപ്പ് ചെക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് പപ്പ രക്ഷിക്കണേ എന്ന് എറിക്ക് കരഞ്ഞുകൊണ്ട് പറയുന്നത് പോലെ കേട്ട് ഡാനി ഞെട്ടി എഴുന്നേൽക്കുകയാണ്. ശേഷം നമ്മൾ കാണുന്നത് ഡാനി ഒരാളെ മീറ്റ് ചെയ്യാൻ പോകുന്നതാണ്. ആക്ച്വലി ഇവിടെ നിരന്നു നിൽക്കുന്ന ഈ ആളുകൾ എല്ലാവരും വന്നിരിക്കുന്നത് അയാളെ കാണാനാണ്. ബൈ ദ വേ ആളെ മനസ്സിലായോ നിങ്ങൾക്ക്? നേരത്തെ ഒരു ബുക്കിന്റെ ഓതർ ടിവിയിൽ ഇന്റർവ്യൂ കൊടുത്തപ്പോൾ ഡാനി അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ലേ? അത് തന്നെ പുള്ളിയെ ഓർത്തു വെക്കാൻ പറഞ്ഞതിന് കാരണം ഇതാണ്. ഇനി മുതൽ ഈ മൂവിയിൽ ഈ മനുഷ്യന് വലിയൊരു റോൾ ഉണ്ട്. ഇവിടെ കൂടി നിൽക്കുന്നവരെല്ലാവരും ഓതറിന്റെ കയ്യിൽ നിന്ന് ഓട്ടോഗ്രാഫ് വാങ്ങിയിട്ട് ബുക്ക് വാങ്ങിക്കാൻ വന്നവരാണ്. എന്നാൽ ഡാനി വന്നത് ഈ ബുക്കിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഉള്ളതാണോ എന്നറിയാനാണ്. അക്കാര്യം ഡാനി ഇയാളോട് ചോദിക്കുന്നുമുണ്ട്. പുള്ളിയുടെ പേര് ജർമ്മൻ ഡൊമിംഗോ എന്നാണ്. നമുക്ക് ഇദ്ദേഹത്തെ ഡൊമിംഗോ എന്ന് വിളിക്കാം. ഡാനി കഴിഞ്ഞ ദിവസം മരിച്ചുപോയ മകന്റെ ശബ്ദം കേട്ടിരുന്നല്ലോ. ഏതാണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ വോയിസ് ഫിനോമിനയെ കുറിച്ചൊക്കെ 10ഓളം പുസ്തകങ്ങൾ എഴുതിയ ആളാണ് ഈ ഡൊമിംഗോ. അതെല്ലാം പുള്ളി കുറെ റിസർച്ച് ഒക്കെ ചെയ്തിട്ട് എഴുതിയതാണെന്നും അതെല്ലാം സത്യമാണെന്നും ഡൊമിംഗോ പറയുമ്പോൾ ഡാനി അവന്റെ കയ്യിലുള്ള ആ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കാനായിട്ട് പുള്ളിയെ നിർബന്ധിക്കുന്നു. എന്നാൽ ഡൊമിംഗോ ഇപ്പോൾ ഭയങ്കര ബിസി ആണെന്നും അതുകൊണ്ട് ആ ഒരു വോയിസ് ക്ലിപ്പ് മെയിൽ ചെയ്താൽ മതിയെന്നുമൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ഡാനി അതിന് സമ്മതിക്കില്ലല്ലോ. അവൻ തന്റെ ഇപ്പോഴത്തെ അവസ്ഥയും നടന്ന കാര്യങ്ങളുമെല്ലാം ചെറുതായിട്ട് വിശദീകരിക്കുന്നു. ആദ്യം അതൊന്നും ഉൾക്കൊള്ളാൻ ഡൊമിംഗോ തയ്യാറായില്ലെങ്കിലും റെക്കോർഡിംഗ് പ്ലേ ചെയ്യുമ്പോൾ തരംഗരൂപങ്ങൾ മാറുന്നില്ല. EVP യാഥാർത്ഥ്യമാണെന്നതിന്റെ സൂചനയാണ് അതെന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്നാ ഒരൊറ്റ ഡയലോഗിൽ ഡാനി അയാളെ വീട്ടിലേക്ക് വരാൻ സമ്മതിപ്പിക്കുന്നു. ഡാനി കാര്യങ്ങളൊക്കെ അത്യാവശ്യം മനസ്സിലാക്കിയാണ് സംസാരിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി. സോ ഡൊമിംഗോ അയാളുടെ മകളെയും കൂട്ടി ഉടനെ തന്നെ ഡാനിയുടെ വീട്ടിലേക്ക് പോകുന്നു. മകൾക്ക് അവളുടെ അച്ഛൻ പറയുന്ന കാര്യത്തിൽ അത്ര വിശ്വാസമൊന്നുമില്ല. ഡാനി ചുമ്മാ മകൻ മരിച്ച വിഷമത്തിൽ പറയുന്നതാകും എന്നാണ് അവൾ പറയുന്നത്. പക്ഷേ ഡൊമിംഗോ ആ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിലെന്തൊക്കെയോ കാര്യമുണ്ട് എന്നൊരു തോന്നലിന്റെ പുറത്താണ് പുള്ളി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ അവർ കാറിൽ ഡാനിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ മുൻപ് ഡോക്ടർ കരോൾ മരിച്ചില്ലേ, ആ ഒരു ആക്സിഡന്റ് ആയ സ്ഥലത്തെ പോലീസ് സീലിംഗ് എല്ലാം കണ്ട് ഡൊമിംഗോ ഒരു നിമിഷം അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. ശേഷം അവർ രണ്ടുപേരും ഡാനിയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ ആരോ അവരെ നിരീക്ഷിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു. ഡൊമിംഗോയും ആ വീട്ടിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ഡൊമിംഗോയുടെ മകൾ ഞാനിത് വെച്ചോട്ടെ എന്ന് അച്ഛനോട് പെർമിഷൻ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് അതെന്താണെന്ന് പോലും നോക്കാതെ ഓക്കെ പറഞ്ഞ ശേഷമാണ് അവൾ വെക്കുന്നത് ജോയിന്റ് ആണെന്ന് പുള്ളിക്ക് മനസ്സിലായത്. വളരെ നല്ല കുട്ടിയായതുകൊണ്ട് അച്ഛനോട് പെർമിഷനൊക്കെ വാങ്ങിയാണ് പുള്ളിക്കാരി മയക്കുമരുന്നൊക്കെ യൂസ് ചെയ്യുന്നത്. പുള്ളിക്ക് അതത്ര താല്പര്യമില്ലെങ്കിലും അവളെ തടയുന്നില്ല കേട്ടോ. അപ്പോഴാണ് ഡാനി അവരെ വെൽക്കം ചെയ്യാൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഡൊമിംഗോ അവരെ പരസ്പരം പരിചയപ്പെടുത്തുന്നു. ഇത് എന്റെ മകൾ റൂത്ത്. റൂത്തും ഡാനിയെ കണ്ടയുടനെ അവന്റെ മകൻ മരിച്ചതിലുള്ള അനുശോചനം അറിയിക്കുന്നു. അങ്ങനെ അവർ വീടിനകത്തേക്ക് കയറുമ്പോൾ അവിടെ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. പോരാത്തതിന് ഡാനി എത്ര ഓടിച്ചിട്ടും പോകാത്ത ഈച്ചക്കൂട്ടത്തെയും റൂത്ത് ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നീട് ഇവരുടെ ആ ഒരു എക്യുപ്മെന്റ്സ് എല്ലാം സെറ്റ് ചെയ്യാൻ റൂത്ത് ഒരു ഒഴിഞ്ഞ മുറി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വാക്കി ടോക്കി കണ്ട് ഡൊമിംഗോ അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ആക്ച്വലി ഈ വാക്കി ടോക്കിയിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുമെന്ന് എന്റെ മകൻ പറയുമായിരുന്നു. അത് എന്റെ ശബ്ദമാണെന്നാണ് അവൻ പറയാറ്.
ഡാനി ഒരു വിഷമത്തോടുകൂടി അത് പറയുമ്പോൾ ഡൊമിംഗോയും എനിക്ക് മനസ്സിലാകും എന്ന് ആശ്വസിപ്പിക്കുന്നു. അതിനുശേഷം ഡാനിയും ഡൊമിംഗോയും വീടിന് പുറത്തേക്ക് നടക്കുമ്പോൾ അവർ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഡാനിക്കാണെങ്കിൽ മകൻ എന്തോ ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണെന്നും അവനോട് സഹായം ചോദിച്ചു കൊണ്ടിരിക്കുകയാണെന്നും വിശ്വസിക്കാനാണ് താല്പര്യം. എന്നാൽ ഡാനിയുടെ മകൻ പറയുന്ന കാര്യങ്ങൾ അത്ര നല്ലതായിരിക്കില്ല എന്നാണ് ഡൊമിംഗോ പറയുന്നത്. അതായത് മരണശേഷം സംഭവിക്കുന്നതെല്ലാം കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും എറിക്കിന് സഹായം ആവശ്യമാണെങ്കിൽ എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് ഡാനിയും പറയുന്നു. വെറും 8 വയസ്സുള്ള എറിക്കിനെ എന്തുകൊണ്ടാണ് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് ഡാനി വിഷമത്തോടെ പറയുമ്പോൾ എല്ലായിടത്തും അപകടങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഡൊമിംഗോ പറയുന്നത്. യുദ്ധങ്ങൾ, പട്ടിണി കിടന്ന് മരിക്കുന്ന കുട്ടികൾ, അസുഖങ്ങൾ, അങ്ങനെ ജീവിച്ചിരിക്കുന്നവരുടെ ലോകത്തുള്ള പ്രശ്നങ്ങൾ എന്തുകൊണ്ട് മരിച്ചവരുടെ ലോകത്തുണ്ടായിക്കൂടാ? വാട്ടവർ, നമ്മുടെ എറിക്ക് മരിച്ചത് എങ്ങനെയാണെന്ന് ഡൊമിംഗോ ഡാനിയോട് ചോദിക്കുന്നുണ്ട്. ആ പൂളിന്റെ അടുത്ത് നിന്നാണ് ഇത് ചോദിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ എറിക്കിന് നീന്താനൊക്കെ അറിയാം. പക്ഷേ സാധാരണ പോലെ അവന്റെ ബോൾ വീണ്ടും പൂളിൽ പോയി. അപ്പോൾ ഒരു മരക്കൊമ്പ് ഉപയോഗിച്ച് ആ ഒരു ബോൾ എടുക്കാൻ ശ്രമിച്ചപ്പോൾ സംഭവിച്ചതായിരിക്കും എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ അതൊരിക്കലും നടക്കില്ല എന്ന് ഡാനിക്ക് ഉറപ്പാണ്. കാരണം എപ്പോൾ ബോൾ വെള്ളത്തിൽ വീണാലും അതെടുക്കാനായിട്ട് എറിക്ക് ഡാനിയെ വിളിച്ചു വരുത്തുന്നതാണല്ലോ പതിവ്. അത് ഇത്രയും നേരം നമ്മളും കണ്ടതാണ്. സോ അന്ന് രാത്രി മറ്റെന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടുപിടിക്കാനായി ആ ഒരു ശബ്ദ തരംഗത്തിന് പിന്നാലെ പോകാൻ തന്നെ അവർ തീരുമാനിച്ചു. അങ്ങനെ നേരിട്ട് കാണാൻ പറ്റാത്ത രൂപങ്ങളും വോയിസും എല്ലാം ട്രാക്ക് ചെയ്യുന്ന പ്രത്യേകം എക്യുപ്മെന്റ്സ് എല്ലാം റൂത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. അവൾ അത് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അവിടെ എന്തോ ഒരു രൂപം അതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. റൂത്ത് അവിടെ ഓരോന്ന് ചെയ്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഡാനി അങ്ങോട്ടേക്ക് വരുന്നു. പ്രതീക്ഷിക്കാത്ത ശബ്ദം കേൾക്കുമ്പോൾ അവൾ ഒന്ന് പേടിക്കുന്നുണ്ട്. എന്തായാലും അവർ രണ്ടുപേരും കൂടുതലായിട്ട് പരിചയപ്പെടുമ്പോൾ റൂത്ത് പ്രൊഫഷണലി ഇതൊന്നും ചെയ്യുന്ന ആളല്ല എന്നും പിന്നെ വല്ലപ്പോഴും അവളുടെ പപ്പയെ സഹായിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ പോകുമെന്നും അവൾ പറയുന്നുണ്ട്. ഈ എക്യുപ്മെന്റ്സിനെ കുറിച്ചൊക്കെ അവൾക്ക് നല്ല ധാരണയുണ്ടെങ്കിലും ഇതിലൂടെ കേൾക്കുന്ന ശബ്ദങ്ങൾ അത് മരിച്ചവരിൽ നിന്നാണെന്ന് വിശ്വസിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. അത് കേൾക്കുമ്പോൾ ഡാനി അവന്റെ ഫോണിൽ കേട്ട ആ ഒരു ശബ്ദം മരിച്ചുപോയ തന്റെ മകന്റെ ശബ്ദം തന്നെയാണെന്ന് തറപ്പിച്ച് പറയുന്നു. അപ്പോഴേക്കും ഡൊമിംഗോയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സോ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് അവർ വന്ന ജോലി സ്റ്റാർട്ട് ചെയ്യുന്നു. തുടക്കത്തിലെ തന്നെ ഇവിടെ നിന്ന് ഒന്നും കിട്ടാനൊന്നും പോണില്ല എന്നൊരു ഭാവമായിരുന്നു റൂത്തിന്. കാരണം അവൾക്കാണെങ്കിൽ ഒട്ടും ക്ഷമയില്ലായിരുന്നു. പക്ഷേ ഡൊമിംഗോ അങ്ങനെയല്ല. അദ്ദേഹം വളരെ ക്ഷമയോടെ ആസ്വദിച്ചാണ് തന്റെ ജോലി ചെയ്യുന്നത്. കുറച്ചു നേരത്തിനുള്ളിൽ മോണിറ്ററിൽ നേരിട്ട് വിസിബിൾ ആകാത്ത കാര്യങ്ങൾ കാണാനുള്ള ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ എറിക്കിന്റെ മുറിയിൽ ഒരു രൂപം കാണാം. അത് കണ്ട് ഡാനി അവിടെ ഇരിക്കുന്നതാണെന്ന് പറഞ്ഞ് റൂത്ത് പപ്പയോട് കാര്യം പറയുന്നുണ്ട്. പക്ഷേ ഇതേ സമയം ഡാനി വീടിന് പുറത്തിരിക്കുന്നത് ഡൊമിംഗോ നേരിട്ട് കാണുന്നുണ്ട്. അപ്പോ 2 ഡാനിയുണ്ടോ? ഓ നോ, ഡൊമിംഗോക്ക് കാര്യം പിടികിട്ടി. റൂത്ത് മോണിറ്ററിൽ നോർമൽ വിഷൻ ഓണാക്കി നോക്കിയപ്പോൾ അവിടെ നേരത്തെ കണ്ടതുപോലെ ആരും തന്നെയില്ല. തിരിച്ചു മറ്റേ മോഡിലേക്ക് മാറ്റുമ്പോൾ അവിടെ ആളുണ്ട്. ഇത് കണ്ട് റൂത്ത് വല്ലാതെ ഞെട്ടുകയാണ്. ആ കുട്ടിയുടെ മുറിയിൽ നീ എന്തോ കാണുന്നുണ്ട് അല്ലേ റൂത്ത്? ഇത് വിചിത്രമായിരിക്കുന്നു പപ്പ. ഇതൊക്കെ കണ്ട് നമുക്ക് പേടി തോന്നുമെങ്കിലും ഡൊമിംഗോ നല്ല എക്സൈറ്റഡ് ആണ്. പുള്ളി വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ നേരിട്ട് കാണുമ്പോൾ ഒരു ത്രില്ലൊക്കെ തോന്നുമല്ലോ അല്ലേ? അദ്ദേഹം ആ മുറിയിലേക്ക് വളരെ ആകാംക്ഷയോടെ കയറി പോവുകയാണ്. ഇതേ സമയം റൂത്തിനോട് അവിടെ മോണിറ്ററിൽ കാണുന്ന കാര്യങ്ങളുടെ ലൈവ് അപ്ഡേറ്റും ചോദിക്കുന്നുണ്ട്. പക്ഷേ ഡൊമിംഗോ എറിക്കിന്റെ റൂമിൽ എത്തുന്ന നിമിഷം റൂത്തിന്റെ സൗണ്ട് എന്തൊക്കെയോ ഡിസ്റ്റർബൻസ് ആയാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയോ നോയ്സ് കേൾക്കുമ്പോൾ പുള്ളി അവിടെയെല്ലാം കയ്യിലെ ആ ഒരു എക്യുപ്മെന്റ് വെച്ച് ചെക്ക് ചെയ്യുകയാണ്. പെട്ടെന്ന് ഡൊമിംഗോയുടെ ഹെഡ്ഫോണിൽ ആരോ സംസാരിക്കുന്നത് പോലെ സൗണ്ട് കേൾക്കാം. അദ്ദേഹം ആ ഒരു ഹെഡ്ഫോൺ മാറ്റിയും വെച്ചും ഒക്കെ അവിടെ നിരീക്ഷിച്ച് റൂമിലെ വിൻഡോയുടെ അടുത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് റൂത്തിന്റെ നോർമൽ ശബ്ദം കേട്ട് സംസാരിക്കുകയാണ്. റൂത്ത് പറയുന്നത് വേഗം തന്നെ ആ ഒരു മുറിയിൽ നിന്നും ഇറങ്ങാനാണ്. കാരണം അവൾ നേരത്തെ കണ്ട ആ ഒരു രൂപം ഇപ്പോൾ അദ്ദേഹത്തിന്റെ തൊട്ടു മുൻപിലാണ് ഉള്ളത്. ഡൊമിംഗോയ്ക്ക് തന്റെ മുൻപിലുള്ള ആ രൂപം കാണാൻ സാധിക്കുന്നില്ല. കാരണം പുള്ളിയും നമ്മളെപ്പോലെ നോർമൽ മനുഷ്യനാണ്. ബട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള എക്യുപ്മെന്റ് വെച്ച് കേൾക്കുന്ന ശബ്ദം ശ്രദ്ധിക്കുന്നു. പെട്ടെന്ന് ആ ശബ്ദം ഭയങ്കര വോളിയത്തിൽ കേൾക്കുമ്പോൾ ചെവി പൊട്ടുന്ന പോലെ തോന്നി പേടിച്ച് അദ്ദേഹം അത് ഊരി മാറ്റുന്നു. ശേഷം നമ്മൾ കാണുന്നത് അവർ 3 പേരും ഒരുമിച്ചിരുന്ന് ആ റെക്കോർഡിംഗ് വിഷ്വൽസ് കാണുന്നതാണ്. ആ രൂപം ആരാണെന്നൊന്നും പറയാൻ ഡൊമിംഗോയ്ക്ക് ആവുന്നില്ല. കാരണം അത് പുള്ളിയുടെ മുൻപിൽ നിന്നിട്ട് പോലും അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ലല്ലോ. ജസ്റ്റ് മോണിറ്ററിൽ കാണുന്ന ഈ നെഗറ്റീവ് രൂപം മാത്രമാണ് തെളിവ്. സോ തന്റെ വീട്ടിൽ ബാധയുണ്ടെന്നാണോ പറഞ്ഞു വരുന്നത് എന്നാണ് ഡാനിയുടെ ചോദ്യം. അത് കേട്ട് താല്പര്യമില്ലാത്ത റൂത്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ ഇതൊരു അസാധാരണ പ്രതിഭാസമാണെന്ന് അംഗീകരിച്ചേ തീരൂ എന്ന് ഡൊമിംഗോ പറയുന്നുണ്ട്. റൂത്തിനെ ഈ പ്രേതം, ആത്മാവ്, അത്തരം
കാര്യത്തിലൊന്നും വിശ്വാസമില്ല എന്ന് നേരത്തെ പറഞ്ഞതാണല്ലോ. അതുകൊണ്ടാണ് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റത്. പക്ഷേ ഇപ്പോൾ ഈ വിഷ്വൽസ് എല്ലാം റെക്കോർഡ് ചെയ്തതും റൂത്ത് തന്നെയാണല്ലോ. സോ പപ്പയുടെ തിയറി ഒന്നും വിശ്വസിക്കാൻ അവൾ തയ്യാറല്ല. മറിച്ച് ഇതൊരു തെർമൽ രൂപമാണെന്നാണ് റൂത്ത് പറയുന്നത്. തന്നെയുമല്ല, താപനില രേഖപ്പെടുത്താൻ ഒരു ബാഹ്യ ശരീരം ആവശ്യമാണെന്നും അവൾ പറയുന്നുണ്ട്. പക്ഷെ മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ സത്യമല്ല എന്ന് പറയാൻ നമുക്കാവില്ല എന്നാണ് ഡൊമിംഗോ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെയിം കാര്യങ്ങൾ നാളെ വീണ്ടും ചെയ്തു നോക്കാമെന്ന ആ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തുന്നു. അന്ന് രാത്രി അവരെല്ലാം സ്റ്റേ ചെയ്യുന്നത് ഡാനിയുടെ അതേ വീട്ടിൽ തന്നെയാണ്. റൂത്താണെങ്കിൽ ആ കസേരയിൽ തന്നെ മോണിറ്ററിന് മുൻപിലിരുന്ന് ഉറങ്ങുകയാണ്. പെട്ടെന്ന് ഒരു സ്ത്രീ അലറി കരയുന്നത് പോലെ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുകയാണ് ഡൊമിംഗോ. പുള്ളിക്ക് എന്തോ ഒരു വെപ്രാളം പോലെയൊക്കെ തോന്നുമ്പോൾ ഒരു സ്ത്രീയുടെ ശബ്ദം കേൾക്കുന്നു. അവര് വിളിക്കുന്നതാകട്ടെ ജർമ്മൻ എന്നാണ്. അതായത് ഡൊമിംഗോയുടെ യഥാർത്ഥ പേര് ജർമ്മൻ ഡൊമിംഗോ എന്നാണല്ലോ. അദ്ദേഹവും ആ വിളി കേട്ട് അതിനു പുറകെ പോകുന്നുണ്ട്. അങ്ങനെ താഴേക്കിറങ്ങി ഒരു മുറിയുടെ അടുത്തെത്തുമ്പോൾ വേറെ ഏതോ സ്ഥലത്തെത്തിപ്പെട്ടതുപോലെ ഉണ്ടായിരുന്നു. രാത്രി സമയത്തും അവിടെ സൂര്യപ്രകാശം കാണാം. പിന്നെ ഡൊമിംഗോയുടെ മരിച്ചുപോയ ഭാര്യ അവിടെ കുക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പുള്ളി സ്വയം ഇതൊരു സ്വപ്നമാണെന്ന് വിശ്വസിച്ച് തന്നെ നിൽക്കുകയാണ്. ഭാര്യയാണെങ്കിൽ വന്ന് വല്ലാതൊരു സ്നേഹത്തോടെ ഉമ്മയൊക്കെ കൊടുത്ത് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഡൊമിംഗോയെ അവിടെ ഇരുത്തി കുടിക്കാനായിട്ട് വൈനൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവർ അദ്ദേഹത്തോട് സംസാരിക്കുന്നു. എത്ര നാളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്? എന്നെ മിസ് ചെയ്യാറുണ്ടോ? ഞാൻ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്തിരുന്നു എന്നൊക്കെ ഭാര്യ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് പുള്ളിയും നീ പഴയതുപോലെ തന്നെ ഇരിക്കുന്നു സോഫിയ എന്നൊക്കെ പുകഴ്ത്തുന്നുണ്ട്. ഭാര്യ അപ്പോൾ പുള്ളിയെ നൈസായിട്ട് സെഡ്യൂസ് ചെയ്ത് തന്റെ ലോകത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അതായത് ഡൊമിംഗോയുടെ ഭാര്യ ഓൾറെഡി മരിച്ചതാണല്ലോ. ഇപ്പോൾ പുള്ളിയും മരിച്ചാലല്ലേ അവർക്ക് പരലോകത്ത് പോയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി സോഫിയ ഡൊമിംഗോയുടെ കൈത്തണ്ടയിൽ കത്തി വെച്ച് മുറിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പുള്ളിയും ഭാര്യയെ നോക്കി ഒരു മായാലോകത്തിൽ എന്ന പോലെ ഇരിക്കുന്നു. പെട്ടെന്ന് നമ്മുടെ റൂത്ത് വന്ന് പപ്പ ഇതെന്താ ഈ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് ഡൊമിംഗോക്ക് ബോധം വരുന്നത്. ശരിക്കും അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പുള്ളി സ്വന്തം കൈ സ്വയം മുറിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇത് കണ്ട് റൂത്ത് ഒത്തിരി പേടിക്കുന്നുണ്ട്. അവൾ ഡാനിയെ വിളിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഡൊമിംഗോയും നടന്ന കാര്യങ്ങൾ ഹാലൂസിനേഷൻ ആണെന്ന് റിയലൈസ് ചെയ്യുന്നുണ്ട്. ഇതേ സമയം ഡാനിയുടെ ഭാര്യ സാറ ഉള്ളത് അവളുടെ പാരന്റ്സിന്റെ വീട്ടിലാണ്. അവൾ അവിടെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു അൺനോൺ നമ്പറിൽ നിന്ന് ഫോൺ കോൾ വരുന്നുണ്ട്. അവൾ ആ ഒരു കോൾ എടുത്ത് സംസാരിക്കുമ്പോൾ കേൾക്കുന്നത് മരിച്ചുപോയ റിക്കിന്റെ ശബ്ദമായിരുന്നു. മരിച്ചു എന്ന് വിശ്വസിക്കുന്ന മകന്റെ ശബ്ദം കേട്ടാൽ ആരായാലും ഷോക്കാകുമല്ലോ. അങ്ങനെ വല്ലാത്തൊരു ഇമോഷൻ ആയിരുന്നു സാറയ്ക്കും. പക്ഷേ ഫോൺ കോളിലൂടെ എറിക്ക് പറയുന്നത് പപ്പ കൊണ്ടുവന്ന ആൾ അവനെ ഉപദ്രവിക്കുമെന്നാണ്. സോ വേഗം വന്ന് അവനെ രക്ഷിക്കണമെന്നും അവനിപ്പോൾ കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നു. ആക്ച്വലി എന്തൊക്കെയാ ഇവിടെ നടക്കുന്നതല്ലേ? മരിച്ചുപോയവരൊക്കെ ഹൈ ടെക്നോളജി യൂസ് ചെയ്ത് കോൾ ചെയ്യുന്നു. എനിവേ സാറയും എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. ഇവിടെ വെച്ച് ഈ സിനിമയുടെ ആദ്യ പകുതി അവസാനിക്കുകയാണ്. ആദ്യ പകുതി വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ രണ്ടാം ഭാഗം കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ അത് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണേ. ആരും കമന്റ് ഒന്നും ചെയ്യാറില്ല. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ കൂടി മറക്കരുതേ. അപ്പോ നമുക്കിനി ഈ സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ കാണാം. അപ്പോ വീണ്ടും കാണുന്നത് വരെ ബൈ.